ഇന്ന് നമ്മൾ പോകുന്നത് മദീന മുനവറയിലെ കാഴ്ചകളിലേക്കാണ്. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ അടുത്ത് ചെന്ന് ഒരു സലാം പറഞ്ഞു വരുന്ന ഹാജിമാരുടെ സന്തോഷപൂർണ്ണമായ മുഖം നമുക്ക് ഈ വഴികളിലെല്ലാം കാണാൻ പറ്റും. മരണശേഷം എൻ്റെ ഖബറിനടുത്ത് വന്ന് സലാം പറയുന്നവർ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ കാണാൻ വരുന്നവരെ പോലെ ആണെന്നാണ് പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞത്. പ്രവാചകൻ മരണമടഞ്ഞ് 14 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്നും മദീന ജനകോടികളെ കൊണ്ട് സമ്പുഷ്ടമാണ്. മുത്തുനബിയുടെ അടുത്തു വരാൻ ആഗ്രഹിക്കാത്ത ഒരു മുസ്ലിമും ഈ ലോകത്ത് ഉണ്ടായിരിക്കുകയില്ല. നമ്മൾ റൗള ഷരീഫിലേക്ക് പോകുന്നത് ബാബുസലാം എന്ന എൻട്രൻസിലൂടെയാണ്. നമുക്ക് ഈ എൻട്രൻസിന് തൊട്ടടുത്ത് നമുക്ക് ഈ ഒരു പള്ളി കാണാൻ പറ്റും. മസ്ജിദുൽ ഗമാമ എന്നാണ് ഈ പള്ളിയുടെ പേര്. ഹിജ്റ 91 ഉമർ ബിൻ അബ്ദുൽ അസീസാണ് ഈ പള്ളി നിർമ്മിച്ചത്. പിന്നീട് ഫഹദ് രാജാവിൻ്റെ കാലത്താണ് ഈ ഉള്ള രൂപത്തിൽ പള്ളി മാറ്റപ്പെടുന്നത്. ഈ പള്ളിക്ക് മസ്ജിദുൽ ഗമാമ എന്ന് വരാൻ കാരണം പ്രവാചകൻ്റെ കാലത്ത് ഇത് ഒന്നുമില്ലാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലമായിരുന്നു. ഇവിടെ വെച്ചായിരുന്നു പ്രവാചകൻ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകിയതും അതുപോലെ തന്നെ മയക്കു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയൊക്കെ നടത്തിയത് ഇവിടെ വെച്ചിട്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പ്രവാചകൻ മരണമടഞ്ഞ് 14 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്നും മദീന ജനകോടികളെ ആകർഷിച്ചു കൊണ്ടേയിരിക്കുന്നു. മുത്തുനബിയുടെ അടുത്ത് വരാൻ ആഗ്രഹിക്കാത്ത ഒരു മുസ്ലിമും ഈ ലോകത്ത് ഉണ്ടായിരിക്കുകയില്ല. പ്രവാചകൻ സ്വന്തം കൈകൊണ്ട് പടുത്തുയർത്തിയതും അവരൊന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വൈകാരിക പ്രാധാന്യമുള്ള ഒരു ഇടം കൂടിയാണ് മദീന മസ്ജിദ്. മദീനയിൽ പ്രവാചകൻ്റെ ഒട്ടകം മുട്ടുകുത്തിയ അതേ സ്ഥലത്തായിരുന്നു മസ്ജിദ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഈ സ്ഥലം സൗജന്യമായി തരാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് സ്ഥലത്തിൻ്റെ ഉടമയായ സാഹിലും സുഹൈലും എന്ന് 2 അനാഥ സഹോദരന്മാർ പ്രവാചകനെ സമീപിച്ചു. പക്ഷേ സൗജന്യമായി സ്വീകരിക്കുന്നതിന് പകരം അബൂ അയ്യൂബുൽ അൻസാരി എന്ന മദീനയിലെ തൻ്റെ ആതിഥേയനോട് ഈ സഹോദരന്മാർക്ക് പണം നൽകാൻ പ്രവാചകൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതോടെ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ വഖഫ് ദാതാവായി അൻസാരി മാറുകയാണ് ചെയ്തത്. ഇന്ന് നമുക്ക് മദീന മസ്ജിദ് ഒരുപാട് ആധുനിക സൗകര്യങ്ങളോട് കൂട്ടുള്ള മാറ്റങ്ങൾക്ക് വരുത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു കാലത്ത് മേൽക്കൂര പോലും ഇല്ലാത്ത മദീന പള്ളി അതിൻ്റെ സ്ഥാനത്ത് ഇന്ന് ഓട്ടോമാറ്റിക് തുറക്കുകയും പൂട്ടുകയും ചെയ്യുന്ന മറ്റു മകുടങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടുത്തെ ദൃശ്യഭംഗികളിൽ വേറൊന്നാണ് ഇവിടുത്തെ പുറത്തുള്ള ഓട്ടോമാറ്റിക് യാന്ത്രിക കുടകൾ. അത് 2010 ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് രാവിലെ 7 മണിക്ക് തുറക്കുകയും വൈകിട്ട് 5 മണിക്ക് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു യാന്ത്രിക കുടകളാണ്. ഇത് ഏകദേശം 250 കുടകൾ മദീന പള്ളിയുടെ പുറത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മദീനയിലെത്തിയ എല്ലാ ഹാജിമാരും ആദ്യം അന്വേഷിക്കുന്നത് അവിടുത്തെ പച്ചക്കുപ്പയാണ്. കാരണം വെച്ചാൽ ഈ പച്ചക്കുപ്പയുടെ താഴത്താണ് പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഈ പച്ചക്കുപ്പ കാണുമ്പോൾ അവരുടെ മുഖത്ത് അടക്കാനാവാത്ത സന്തോഷം പ്രകടമാകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ റസൂലിൻ്റെ മിമ്പറിനും വീടിനും ഇടക്കുള്ള സ്ഥലമാണ് റൗള ഷരീഫ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഹാജിമാർ നമസ്കരിക്കുകയും പ്രാർത്ഥന നടത്തുകയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ പ്രവാചകൻ്റെ ഖബറുള്ള സ്ഥലമല്ല റൗള ഷരീഫ് എന്നുള്ളത്. അത് പ്രത്യേകം എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക.
അങ്ങനെ നമ്മൾ പ്രവാചകൻ്റെ ഖബറിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. കാരണം വെച്ചാൽ പെർമിഷൻ നമുക്ക് റൗദ ഷരീഫിലേക്ക് പോകണമെങ്കിൽ പ്രത്യേക പെർമിഷൻ എടുക്കേണ്ടതുണ്ട്. അതില്ലാത്ത കാരണം നമ്മൾ ഖബർ സന്ദർശനം മാത്രമാണ് നടത്തുന്നത്. خلاص يا عمي فاضل بس ارسلك قدام ما انتظرناش يعني حتى ما تبين ما عندنا. അതുപോലെ തന്നെ പ്രവാചകൻ്റെ കാലത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും തീർപ്പ് കൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇസ്ലാമിക കോടതി ഇവിടെ ആയിരുന്നു എന്നാണ്, അതായത് റൗദ ഷരീഫിൻ്റെ ഭാഗത്തായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ റൗദയുടെ ഓരോ തൂണിനും ഓരോ പ്രത്യേകതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തൊട്ടടുത്താണ് പ്രവാചകൻ്റെ ഖബറും ഉള്ളത്. റൗദ ഷരീഫിൽ നിന്ന് പ്രാർത്ഥനയും അതുപോലെ തന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞത് പിന്നെ നേരെ നമ്മൾ പുറത്തേക്ക് പോകുന്ന വഴിക്കാണ് പ്രവാചകൻ്റെ ഖബറുള്ളത്. ആദ്യം പ്രവാചകൻ്റെ ഖബറാണുള്ളത്. അവിടെ നിന്ന് പ്രവാചകനോട് സലാം പറയണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുയുടെ ഖബറാണ്. പിന്നീട് മൂന്നാമതായിട്ടുള്ളത് ഉമർ റളിയല്ലാഹു അൻഹുയുടെ ഖബറാണുള്ളത്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ 41-ാം ഡോർ കൂടി പുറത്തേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. അവിടെയാണ് ജന്നത്തുൽ ബക്കിയ എന്ന ഖബർസ്ഥാനുള്ളത്. ജന്നത്തുൽ ബക്കിയയിലേക്കുള്ള പ്രവേശന സമയം എന്ന് പറയുന്നത് സുബൈക്ക് ശേഷം 2 മണിക്കൂറും അതുപോലെ തന്നെ അസറിന് ശേഷം 2 മണിക്കൂറുമാണ് ഇവിടുത്തെ ജന്നത്തുൽ ബക്കിയ ഖബർസ്ഥാനം സന്ദർശിക്കാനുള്ള ടൈം. മദീന പള്ളിയുടെ നിർമ്മാണ സമയത്ത് ആദ്യമായി കല്ല് വെക്കുന്നത് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പിന്നീട് രണ്ടാമത്തെ കല്ല് വെക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, മൂന്നാമത്തത് ഉമർ റളിയല്ലാഹു അൻഹുയും, നാലാമത്തെ കല്ല് വെക്കുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുമാണ്. ഈ കല്ല് വെച്ചിട്ടാണ് മസ്ജിദുൽ നബിയുടെ അടിത്തറ പാകിയിട്ടുള്ളത്. ഏകദേശം 1 വർഷം എടുത്തിട്ടുണ്ട് ഈ പള്ളിയുടെ നിർമ്മാണത്തിന്. ലോകത്തുള്ള ശ്രേഷ്ഠമായ പള്ളികളിൽ 2ാം സ്ഥാനമാണ് മസ്ജിദുൽ നബവിക്കുള്ളത്. പല ഹദീസുകളിലും പ്രവാചകൻ പറയുകയുണ്ടായി, എൻ്റെ ഈ പള്ളിയിൽ നമസ്കരിക്കുന്നത് മസ്ജിദുൽ ഹറമല്ലാത്ത മറ്റേത് പള്ളിയിൽ നമസ്കരിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് ശ്രേഷ്ഠമാണ്. ഇവിടെ നിന്ന് ജുമ നമസ്കരിക്കുകയും റമദാൻ എടുക്കുകയും ചെയ്യുന്നത്
മസ്ജിദുൽ ഹറമല്ലാത്ത മറ്റേത് പള്ളിയേക്കാൾ 1000 മടങ്ങ് ശ്രേഷ്ഠമാണെന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. അപ്പോൾ മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാവരും ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമ്മുടെ കർമ്മങ്ങൾ മുന്നോട്ട് പോകാനും നമ്മൾ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പല കാരണവശാലും വരാൻ പറ്റാതിരിക്കുന്ന ആളുകൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യാനും മറക്കരുത്.